നിങ്ങൾക്കിപ്പോൾ കണ്ടപ്പോൾ മനസ്സിലാവും നമ്മളെ സ്കിന്നൊക്കെ മാറിയിട്ടുണ്ട്. പുതിയ സ്കിന്നാണ് ഇട്ടേക്കുന്നത്. ഇനി മുതൽ പണ്ടത്തെ സ്കിൻ ഉണ്ടാവില്ല. അതുമാത്രമല്ല, ഇത് പഴയ വേൾഡ് അല്ല, പുതിയൊരു വേൾഡാണ്. ഈ എപ്പിസോഡ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഈ വേൾഡിന് ഇടാൻ പറ്റിയൊരു പേര്. നമുക്ക് ആദ്യം സമയം വേസ്റ്റ് ചെയ്യാണ്ട് ഇവിടുത്തെ ലൂട്ടൊക്കെ എടുക്കാം ഗൈസ്. ഇവിടെ 5 ബ്ലാക്ക് സ്മിത്ത് ഉണ്ട് ഗൈസ്. ഞാൻ ഇത് കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചാണ് യൂട്യൂബിൽ നിന്ന്. ഞാൻ ഏത് സീഡ് ഞാൻ കണ്ടുപിടിച്ചാലും ആ സീഡിലൊക്കെ അടുത്ത് വില്ലേജ് ഉണ്ടാവും. വില്ലേജുള്ള സീഡാണ് ഞാൻ തിരക്കി പിടിച്ച് കണ്ടുപിടിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് തന്നെ അറിയില്ല, എങ്കിലും ഞാൻ വില്ലേജുള്ള സീഡ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒബ്സീഡിയന് 4 അയണും കിട്ടിയിട്ടുണ്ട്. പിന്നെ അതേ ബ്രെഡും ആപ്പിളും ഉണ്ട്, അതൊക്കെ എടുത്തേക്കാം. എന്നിട്ട് അടുത്ത ബ്ലാക്ക് സ്മിത്തിൻ്റെ വീട്ടിലോട്ട് പോവാം. ഇഷ്ടംപോലെ ബ്ലാക്ക് സ്മിത്തും ഉണ്ടേ. ഓക്കെ, ഇവിടെ നിന്ന് എടുത്തേക്കാം. ഇവിടെ ലെഗിൻസും ഹെൽമെറ്റും ഉണ്ട്, അതും കൂടി എടുത്തേക്കാം. ഇവിടെ ഉണ്ട് ഒബ്സീഡി. ഇത് വെച്ച് നമുക്കൊരു ഫുൾ പോർട്ടൽ തന്നെ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ അടുത്തേയും ബ്ലാക്ക് സ്മിത്തിൻ്റെ വീട്ടിൽ കയറാം. ഇത്ര ബ്ലാക്ക് സ്മിത്താ. ഓക്കെ, ഇവിടെ നിന്ന് എടുക്കാം. ഇവിടെ ഹെൽമെറ്റ് ഉണ്ട്. ഹെൽമെറ്റ് നമുക്ക് ഓൾറെഡി ഒരെണ്ണം ഉണ്ട്, അത് മതി. ഒബ്സീഡിയൻ ഇങ്ങനെ എടുത്തേക്കാം. ആപ്പിളും എടുത്തേക്കാം. ഇനി ഇവിടെ നമ്മൾ 4 വീട്ടിൽ കയറില്ലേ, ഒരു വീടും കൂടി ഉണ്ട്. അല്ല, 4 നമ്മൾ 3 വീട്ടിൽ കയറിയിട്ടുള്ളൂ. ഇതാണ് 4ാമത്തെ. ഓക്കെ, ഇതിനകത്തും കൂടി കയറാം. ഓക്കെ, ഇവിടെയും നമുക്ക് ലെഗിൻസ് കിട്ടിയിട്ടുണ്ട്. ഗോൾഡ് കൊണ്ട് എടുത്തേക്കാം. ലെഗിൻസ് വേണ്ട, ബാരൽ എടുക്കാം. ഓക്കെ, ബാരൽ ആവശ്യമില്ല, കാരണം ബാരൽ വെച്ച് നമുക്ക് എത്ര വേണമെങ്കിലും സാധനങ്ങൾ സ്റ്റോർ ചെയ്യാം. ഇപ്പം ബാരൽ ഒരു നല്ല സംഭവമാണ്. ഇവിടെ നമുക്ക് കുറച്ച് വുഡും കൂടി എടുത്തേക്കാം. കാരണം നമുക്ക് മറ്റേ അവനെ കൊല്ലണം. ഇവിടെ ആയിട്ട് അയങ്കോളം ഉണ്ട്, അവനെ കൊല്ലണം. അതിനൊക്കെ വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടി നമുക്ക് കുറച്ച് ടൂൾസ് ഉണ്ടാക്കണം ആദ്യം. അതിന് നമുക്ക് അയൺ ടൂൾസ് ഉണ്ടാക്കാം. ആദ്യം ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കട്ടെ. ഓക്കെ, കുറച്ചും കൂടി വുഡ് എടുത്തേക്കാം. ഇത് കഴിഞ്ഞാൽ ഒരു മരം പോലും മുറിച്ചില്ല. പാവപ്പെട്ടവൻ്റെ വീടാണ് ഞാൻ നശിപ്പിക്കുന്നത്. ഓക്കെ, മുറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാം. നമുക്ക് ആദ്യം ലവനെ കണ്ടുപിടിക്കാം, മറ്റേ അയങ്കോളത്തിന്. ഓക്കെ, ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കിയിട്ട് ഈ ഹേ എടുക്കാം നമുക്ക്. ഓക്കെ, ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇങ്ങോട്ട് വെക്കാം. അത് സോഡ് ഉണ്ടാക്കാം ഗൈസ്. സോഡ് മതി. ഇവിടുന്ന് അയങ്കോളത്തിനെയും കൊല്ലാം. ഒരു സോഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ എവിടെയെങ്കിലും അയങ്കോളം കാണും, അവനെ ഒന്ന് കണ്ടുപിടിക്കാം. ഇവിടെ പെട്ട് കിടപ്പുണ്ട് ഗൈസ്. ഇവനെയും കൊന്നേക്കാം. ഓക്കെ, അയങ്കോളത്തിനെ കൊന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അവൻ നമുക്ക് 7 കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ബാക്കി അവൻ 3 തന്നിട്ടുണ്ട്. സാധാരണ 5 ഒക്കെ കിട്ടുന്നത് ഇപ്പം 3 കിട്ടിയുള്ളൂ. കുഴപ്പമില്ല. ഇവിടെ തന്നെ ഓൾറെഡി ഒരുപാട് അയണുണ്ട്, അതൊക്കെ അങ്ങ് എടുത്തേക്കാം. വീണ്ടും നമുക്ക് ഹെൽമെറ്റ് കിട്ടി, അതൊന്നും എടുക്കണ്ട. ആപ്പിളുണ്ട്, അതങ്ങ് എടുത്തേക്കാം. ഓക്കെ, നമുക്ക് ഈ എപ്പിസോഡ് ഇവിടെ ഒന്നും വീട് വെക്കണം. അല്ല, വീട് നമ്മൾ ഈ എപ്പിസോഡിൽ വെക്കുന്നില്ല, അടുത്ത എപ്പിസോഡിലേ വെക്കുന്നുള്ളൂ. നമുക്ക് ഈ എപ്പിസോഡിൽ ഈ എപ്പിസോഡിൽ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ വീട് വെക്കാൻ വേണ്ടിയിട്ടൊരു സ്ഥലം കാണും. അതാണ് ഈ എപ്പിസോഡിൻ്റെ ഗോൾ. അത് മാത്രമേ ഉള്ളൂ. അത് ഈ ഷീപ്പിനെയൊക്കെ അങ്ങ് കൊന്നേക്കാം. ഈ ബെഡ് വേണേൽ നമുക്ക് ഇവിടെ നിന്ന് എടുത്താൽ അതേശം നമ്മൾ ഇവിടെ നിന്ന് ബെഡ് എടുക്കുന്നില്ല. ഇവനെയും കൂടി കൊന്നേക്കാം. ഇവനെ വെച്ചിട്ട് ഉണ്ടാക്കാം, അതായിരിക്കും നല്ല. ഇവിടെ നമ്മൾ ബെഡ് എടുക്കുന്നില്ല. പിന്നെ നമുക്ക് ഉടനെ അയൺ ഫാമൊക്കെ ഉണ്ടാക്കണം. ഓക്കെ, നമുക്ക് ഇവിടെ നിന്ന് പോവാം. ഇവിടെ നിന്ന് നമുക്ക് പോവാം. ഇവൻ എന്തുവാ കൃഷി ചെയ്യുന്നത്? വീറ്റാണ് ഗൈസ്. നമുക്ക് വേണ്ട, പോവാം. അവിടെയും കൂടി ഉണ്ടാകും, എന്താന്ന് നോക്കാം. ഇത് ബീട്രൂട്ടാണ് ഗൈസ്. നമുക്ക് പോയേക്കാം. സീഡ് എടുത്തിട്ടുണ്ട്, നമുക്ക് പോവാം. ഇനി നമുക്ക് നമ്മളെ വീട്ടിൻ്റെ അവിടെ എത്തിയിട്ട് അത് കൃഷി ചെയ്യാം. ഈ ഹേബിയലും കൂടി എടുക്കുന്നുണ്ട്. ഇതല്ല എൻ്റെ എടുത്തേക്കാം. എന്തായാലും വില്ലേജിലെ മോശം, അല്ലെങ്കിലും വില്ലേജ് കൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. ഇതേപോലെ നമുക്ക് ഹേബിയൽ കിട്ടുന്നത് നല്ലതാണ്. വില്ലേജസിനെ കൊണ്ടുണ്ട്. ഷുഗർ കേനും കൂടി എടുത്തേക്കാൻ നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും ആവശ്യം വരും. അപ്പോൾ ഗൈസ്, അവിടെ ആയിട്ട് ഷിപ്രക്ക് ഉണ്ട്, അങ്ങോട്ടേക്ക് നമുക്ക് പോവാം. ഓക്കെ, ആ ഷിപ്രക്കിനകത്ത് ഒരു ചെസ്റ്റല്ലേ ഉള്ളൂ.
ഒരു ചെസ്റ്റേ ഉള്ളെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്ക് പോയി നോക്കാം. ഓക്കെ, ഇതിനകത്ത് എന്താ കിട്ടുന്നതെന്ന് നോക്കാം നമുക്ക്. ഇവിടെ എങ്ങും എൻട്രൻസ് ഇല്ല, അപ്പുറത്തെ സൈഡിൽ പോയി നോക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് ചാടിക്കാൻ പറ്റും. ഓക്കെ, ഇവിടെ അങ്ങോട്ടേക്കൊന്നുമില്ല, ഇങ്ങോട്ടേക്കേ ഉള്ളൂ. ഇതിനകത്താണ് നമ്മളാ ചെസ്റ്റ് ഇരിക്കുന്നത്. ഓക്കെ, ഇതൊക്കെ ഇവിടെ തന്നെ ഇരിക്കട്ടെ. നമുക്ക് ഈ മാപ്പ് മാത്രം എടുത്താൽ പോലെ, ഈ മാപ്പ് മാത്രം എടുത്താൽ മതി. അതൊക്കെ അവിടെ തന്നെ ഇരിക്കട്ടെ. നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും ആവശ്യം വരുമ്പോൾ വന്നെടുക്കാം. ഓക്കെ, അമ്മ ഇനി വെളിയിലേക്ക് ഇറങ്ങാതില്ല. ഓക്കെ, നമുക്ക് വെളിയിലോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ ആയിട്ട് ഒരുപാട് സ്പ്രൂസ് മരം നിൽക്കുന്നുണ്ട്. നമുക്ക് ആവശ്യം വരുമ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. നമുക്കിപ്പോൾ സ്ഥലം കണ്ടുപിടിക്കാം ഗൈസ് എവിടെയെങ്കിലും. ഇത് ഇഗ്ലു ആണോ? തോന്നുന്നത് ഇഗ്ലു ആണോ നോക്കാം. ഇഗ്ലു ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അടുത്തോട്ടേക്ക് പോയേക്കാം, അതിന് മുമ്പ് എന്തെങ്കിലും കഴിക്കട്ടെ. ഇത് ഇഗ്ലു ആണ് ഗൈസ്, ഇത് ഇഗ്ലു. നമുക്ക് അകത്തോട്ട് നോക്കാം. ഇതിന്റെ അടിയിലല്ലേ മറ്റേ വില്ലേജസിന്റെ സോംബി ആക്കിയിട്ടേക്ക് നോക്കട്ടെ. ഇതിനകത്ത് ഇല്ലെന്ന് തോന്നുന്നു ഗൈസ്. അതില്ലേ, അത് ഇഗ്ലൂലല്ലേ? ഇഗ്ലൂലാണ് ഗൈസ് അത്. ഇവിടെ ഇല്ലെന്ന് തോന്നുന്നു. ഈ ബെഡ് അങ്ങ് എടുത്തേക്കാം. പിന്നെ ഈ ഫർണസും ക്രാഫ്റ്റിംഗ് ടേബിളും അങ്ങ് എടുത്തേക്കാം. ഫർണസ് കഴിച്ചിട്ടില്ല, ക്രാഫ്റ്റിംഗ് ടേബിൾ പൊട്ടിക്കാം. നമുക്ക് ആദ്യമേ ഒരു പിക്കാക്സ് ഉണ്ടാക്കാം. എന്നിട്ട് ഈ ഫർണസും പൊട്ടിച്ച് അങ്ങോട്ട് എടുക്കാം. ഓക്കെ, ക്രാഫ്റ്റിംഗ് ടേബിളും കൂടി എടുക്കാം. ഓക്കെ, എടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇവിടെ നിന്ന് പോവാം. ഇവിടെ മുഴുവൻ ഗൈസ് നമ്മളെ മഞ്ഞാണ് ഗൈസ്. നമ്മൾ അങ്ങോട്ടേക്ക് അങ്ങനെ പോയി നോക്കണം. അങ്ങ് വിദൂരതയിൽ ഞാനൊരു ട്രീ കാണുന്നുണ്ട്, അവിടെ ചിലപ്പോൾ പ്ലെയിൻസ് ആകാം. ഇവിടെ ഷുഗർ കെയിൻ കിടക്കുന്ന വെള്ളം ഐസായപ്പോൾ കണ്ടു എങ്ങനെയാണെന്ന് തോന്നുന്നു. ഓക്കെ, നമുക്ക് അങ്ങോട്ടേക്ക് പോയി നോക്കാം. ഇത് സ്പ്രൂസാണ്. ഇപ്പുറത്തുള്ളത് എന്താ മറ്റേതാണെന്ന് തോന്നുന്നു, പ്ലെയിൻസിൽ കാണുന്നുണ്ട് നോക്ക്. ഇവിടെ മറ്റേ സാധനം, ഇവിടെ ഐസിന്റെ ഭയമുണ്ട്. ഐസിന്റെ ഭയം, ഇതിന്റെ പേരെന്താന്ന് വെച്ചാൽ ഞാൻ മറന്നു. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം ഗൈസ്. നമുക്ക് ഇനി മാപ്പ് നോക്കിയാലേ. ഇവിടെ എവിടെയാണ്ട് അങ്ങോട്ടേക്ക് പോയാൽ മതി എന്ന് തോന്നുന്നു. ഒന്ന് പോയി നോക്കാം. അങ്ങോട്ടേ കുറച്ച് വരച്ച് ഗൈസ് മാപ്പ്, അതുകൊണ്ട് കുറച്ചങ്ങോട്ട് പോയി നോക്കാം. അങ്ങോട്ടേക്കാണെങ്കിൽ ഇപ്പോൾ ഒന്ന് വരയ്ക്കുന്നു ഗൈസ്, തിരിച്ചാവുണ്ടോ? തിരിച്ചൊന്ന് പോയി നോക്കാം. ഗൈസ് ഇപ്പം ചെറുതായിട്ടൊക്കെ വരച്ച് വരുന്നുണ്ട്. നമുക്ക് അങ്ങോട്ടേക്കാണെന്ന് തോന്നുന്നു ഗൈസ് പോകേണ്ടത്. ഇപ്പൊ കുറച്ചും കൂടി വരയ്ക്കുന്നുണ്ട്. ഞാൻ ഇതിന്റെ കറക്റ്റായിട്ടുള്ള സ്ഥലത്തേക്ക് എത്തിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ഈ കാണുന്നതാണ് ഈ സ്ഥലം. അവിടെ പോയി ഒന്ന് കുഴിച്ചു നോക്കാം. ഞാൻ മാക്സിമം കുഴിച്ചു നോക്കാം. ഈ സാൻഡ് കൂട്ടിയിട്ടെങ്ങനെയാന്ന് തോന്നുന്നു. കടലിന്റെ അടിയിലോട്ടേക്കാണെങ്കിൽ നമുക്ക് കിട്ടത്തില്ല, ഉറപ്പാ. ഞാൻ നോക്കാം. അപ്പൊ എൻ്റെ കയ്യില് ശവലില്ല, ഞാൻ ശവൽ ഉണ്ടാക്കട്ടെ. അയൺ ഉണ്ട്, അതുകൊണ്ട് അയൺ ശവൽ ഉണ്ടാക്കാം. സ്റ്റോണും ഇല്ല, അതുകൊണ്ട് അയൺ ശവൽ മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. നമുക്ക് ഇതൊക്കെ ഓരോന്നോരോന്നായിട്ട് കുടിക്കാം. ഞാൻ കുടിക്കുന്ന നിങ്ങളുടെ സ്പീഡ് 100x കണ്ടിട്ട് ഞാൻ അവിടെ ഒരുപാട് കുഴിച്ചു നോക്കി, ഒന്നും കിട്ടിയിട്ടൊന്നും തന്നെയില്ല. അങ്ങനെ പിന്നെ എങ്ങനെ വന്ന് മൈൻഡ് ചെയ്യാം. കടലിൻ്റെ അടിയിലാണ്, കിട്ടാൻ തന്നെ പാടാണ്. കുഴിക്കാൻ തന്നെ നല്ല പാടാണ്, അതുകൊണ്ട് കിട്ടിയിട്ടില്ല. ഈ ക്രാഫ്റ്റിംഗ് ടേബിളും കൊണ്ട് നമുക്ക് സ്ഥലം തപ്പാന്ന് ഞാൻ തിരിച്ചു പോകാം. ആദ്യമേ നമ്മളെ വില്ലേജിലോട്ട് പോകാൻ എനിക്ക് വഴി അറിയില്ല. മാപ്പിൻ്റെ ആ മൂലയ്ക്കായിരുന്നു. ഞാൻ അങ്ങോട്ട് പോട്ടെ ഗൈസ്. ഞാൻ ഇവിടെ തിരിച്ചെത്തിയിട്ടുണ്ട്. ഇതുവരെ നമുക്ക് പ്രത്യേകിച്ചൊന്നും കിട്ടിയിട്ടില്ല. ഞാൻ സ്ഥലം നല്ലത് കണ്ടുപിടിക്കട്ടെ. ഈ വില്ലേജിൻ്റെ അപ്പുറത്തെ സൈഡിലൂടെ പോകാൻ പറ്റുമോ നോക്കാം ഗൈസ്. അവിടെ ആയിട്ടൊരു പ്ലെയിൻസ് ആണ്, നമുക്ക് അങ്ങോട്ട് പോകാം. ഞാൻ എൻ്റെ ബാക്കിലാണ് ഈ വില്ലേജ്, നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഒരുവിധം അടുത്താണ് ഗൈസ്, നമുക്ക് അങ്ങോട്ട് പോവാം. അവിടെ ആയിട്ട് നമുക്ക് വീടുണ്ടാക്കാനായിട്ട് കുറച്ച് സ്ഥലമൊന്നും വെട്ടിയിടാം. ഈ വേൾഡിൽ പിന്നെ നമുക്ക് എവിടെ വേണമെങ്കിലും വീട് വെക്കാം, അതാണ് മൈൻക്രാഫ്റ്റ്. നമ്മൾ അടുത്ത എപ്പിസോഡിൽ നമ്മൾ എന്തായാലും വീട് ഉണ്ടാക്കും. ഇതായിരിക്കും നമ്മുടെ സ്റ്റാർട്ടർ ബേസ്. പിന്നെ നമ്മൾ ചിലപ്പം പുതിയൊരു വീട് ഉണ്ടാക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇതൊരു പ്ലെയിൻസ് തന്നെയാണ്. നമ്മൾ അവിടെ പോയിട്ട് വീട് വെക്കാനായിട്ടുള്ളൊരു നല്ലൊരു സ്ഥലം നോക്കാം. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഒക്കെ ആയിട്ട് വീട് വെക്കാനുള്ള സ്ഥലം കണ്ടുപിടിക്കാം. അവിടെയാണെങ്കിൽ നമ്മുടെ വില്ലേജ്. അപ്പോൾ നമുക്ക് ഇച്ചിരി ഇവിടെ ആയിട്ട് നമുക്ക് ഇതൊക്കെ നിരപ്പാക്കാം. ഞാൻ ഇവിടുത്തെ ഈ മണ്ണൊക്കെ ഒന്ന് വെട്ടി കുറച്ച് നിരപ്പാക്കിയിട്ട് കാണിക്കും.
ഇത് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് നാളത്തെ എപ്പിസോഡിൽ കുറച്ച് മല പോലെ ആക്കാം. അപ്പം ഇങ്ങനെയൊക്കെ തന്നെ മതി. പറ്റുന്ന അത്രയും ഡേറ്റ് കൊണ്ട് ഇവിടെ അടയ്ക്കാൻ. ഡേറ്റ് കയ്യിലില്ല. ഇപ്പം ഇങ്ങനെ ഇരിക്കട്ടെ. അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഇതൊരു മല പോലെ ആക്കാം, നാച്ചുറലി സ്പോണായ. ഇനി നമുക്ക് കുറച്ച് വുഡ് വേണം ഗൈസ്. അവിടെ ആയിട്ട് സ്പ്രൂസിൻ്റെ ഈ ഭയം ഉണ്ടായിരുന്നല്ലോ, നമുക്ക് അങ്ങോട്ടൊക്കെ ഒന്ന് പോയി നോക്കാം. കേസ് നമുക്ക് ആദ്യം ഇവിടുത്തെ മരവും കാര്യങ്ങളും ചെയ്യാനായിട്ട് നമുക്കൊരു ആക്സ് വേണം, എന്തെങ്കിലും ഉണ്ടാക്കിയേക്കാം. ഷീൽഡും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്, കാരണം നേരത്തെ ഒരു സോംബിയെ അടിക്കാൻ വന്നായിരുന്നു. ഇപ്പം ഞാൻ ചത്തേന്. ഷിയർ വേണ്ട, ഒരു ബക്കറ്റ് ഉണ്ടാകാൻ ആവശ്യം വരും എന്തൊക്കെ പറഞ്ഞാൽ. ഓക്കെ, ഇപ്പം നമുക്ക് ബക്കറ്റിൽ നിന്ന് അവിടെ നിന്ന് ഒരു വെള്ളവും കൂടി എടുത്തേക്കാം. ഇവിടെ നമുക്ക് വാട്ടറും കൂടി എടുക്കാം. എടുത്തിട്ടുണ്ട്. തിരിച്ചു പോകാം. ഇത് പൊട്ടിച്ചങ്ങ് കയറാം. ഇവിടെ നിന്ന് കയറാം. കുഴപ്പമില്ല, നമുക്ക് കയറാം. ഓക്കെ, നമുക്ക് ഇനി ഇതും കൂടി പൊട്ടിച്ചെടുത്തേക്കാം. ഈ മരവും കൂടി മുറിക്കട്ടെ. അവിടെ ആയിട്ട് വലിയൊരു സ്പ്രൂസ് പായമുണ്ട് ഇവിടെ. നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് എല്ലാം എടുത്തേക്കാം. ഇവിടെ നിന്ന് കുറച്ച് വുഡ് എടുക്കാം. ഞാൻ നിങ്ങളാ വുഡൊന്നും എടുക്കുന്നത് കാണിച്ച് ബോറടിപ്പിക്കുന്നില്ല. അപ്പം ഞാൻ വുഡൊക്കെ എടുക്കട്ടെ. ഇത്രയും നല്ല യൂട്യൂബർ ഞങ്ങൾക്ക് വേറെ എവിടെ നിന്ന് കിട്ടും. ഞങ്ങൾ തിരിച്ചെത്തിയിട്ടുണ്ട്. ഇതൊന്നും ഞാൻ നിങ്ങളെ കാണിച്ചിട്ടില്ല, എന്ത് ചെയ്യാനാ. നമുക്ക് ഇവിടെ കുറച്ച് ഒരു ഫർണസ് ഉണ്ടാക്കി കഴിക്കാം. ക്രാഫ്റ്റ് ടേബിൾ അല്ല, ഇതിനകത്ത് നമുക്ക് ഇത് വെച്ചിട്ട് കുറച്ച് കോൾ ഉണ്ടാകാം. കാരണം കോള് വേണം. വുഡ് കത്തിച്ചാൽ നമുക്ക് കോൾ ഉണ്ടാകാൻ പറ്റും ഗൈസ്. ഓക്കെ, അത് ഒരു റേസ് പരിപാടിയാണ്. നമുക്ക് വുഡും പോകും. വുഡ് വെച്ച് വുഡിനെ കത്തിച്ച് നമുക്ക് കോൾ ഉണ്ടാക്കാം. കോളല്ല, ചാർക്കോളാണ് ഇടുന്നത്. അത് നമുക്ക് എടുക്കാം. എന്നിട്ട് ഇപ്പം നമുക്കൊരു ക്യാമ്പ് ഫയർ വേണം ഗൈസ്. കാരണം ഞാൻ ഈ വരുന്ന വരിയിൽ ഒരുപാട് മോബിനെ കൊന്ന് അതിൻ്റെ ഇറച്ചി നമുക്ക് കുക്ക് ചെയ്യാൻ വേണ്ടി ക്യാമ്പ് ഫയർ ഉപയോഗിക്കാം. ഈ എർലി ഗെയിമിൽ നമുക്ക് ഫർണസിൽ വെക്കാൻ കോളൊന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ക്യാമ്പ് ഫയർ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് ഞാൻ ആദ്യം ക്യാമ്പ് ഫയർ ഉണ്ടാകട്ടെ. തീർക്കാൻ നമുക്ക് ഒരെണ്ണം ഉണ്ടാക്കി ഇങ്ങോട്ട് വെക്കാം. ഇവിടെ ഞാൻ വെക്കാൻ ഉദ്ദേശിച്ചത് അത് മിസ്ക്ലിക്ക് ആയതാണ്, കുഴപ്പമില്ല. കുറച്ച് കത്തിക്കുക അതിനകത്ത് വെച്ച്. ഓക്കെ, ഇത്രയും ഞാൻ ഇപ്പം കത്തിക്കാൻ വെച്ചിട്ടുണ്ട്. തൽക്കാലം ഇത്രയും വെച്ചാൽ ഒരെണ്ണേ വെക്കാൻ ഇതുള്ള നമുക്കിനി വീണ്ടും ഉണ്ടാക്കാം. ഞാൻ ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. 3 എണ്ണം ഉണ്ടാക്കി. ഇവിടെ ബെഡും വെച്ചിട്ടുണ്ട്. ഇപ്പം രാത്രിയാണ്, നമുക്ക് കിടന്നുറങ്ങാം. എനിക്ക് എവിടെ നിന്ന് കിട്ടും ഇത്രയും നല്ല യൂട്യൂബറിനെ? അതിനു മുമ്പ് എനിക്ക് വേണ്ടി നിങ്ങൾ ലൈക്ക് അടിക്ക്, ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഓക്കെ, ഞാൻ ഇതൊക്കെ ഇവിടെ കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. നമ്മളിനി കിടന്നുറങ്ങാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.